ഗുഡ് മോർണിംഗ് ദോസ്തോ, कैसे हैं आप? സോ രുദ്രുവിനെ സ്കൂളിൽ പോകുന്ന സമയമായിട്ടുണ്ട്. അവനെ സ്കൂളിൽ വിടാൻ പോവുകയാണ്. പിന്നെ കുറച്ച് പരിപാടികളുണ്ട്. ഞങ്ങളുടെ ഒരു മിനി ആൻറ്റി ഉണ്ട്. മിനി ആൻറ്റിയുടെ കൂടെ പോസ്റ്റ് ഓഫീസ് വരെ പോകണം. പൊടിയുടെ സ്കൂളിൽ പോകണം. സോ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഗൈസ്. പയ്യെ എല്ലാം കാണിച്ചു തരാം കേട്ടോ. സോ ആദ്യം രുദ്രുവിനെ സ്കൂളിൽ വിട്ടിട്ട് വരാം. ഓക്കെ, ബൈ. സോ ഗൈസ്, അങ്ങനെ നമ്മൾ രുദ്രുവിനെ സ്കൂളിൽ കൊണ്ടുവിട്ട് ഒരു സ്കൂള് കണ്ട്. ഇതാണ് രുദ്രുവിൻ്റെ സ്കൂള്. കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടു. അങ്ങനെ നമ്മൾ മിനി ആൻറ്റീനെ കണ്ടു. മിനി ആൻറ്റി ആകാന്തം വിട്ട് നിൽക്കുവാണ്. വാട്ട്സ് ഹാപ്പനിങ് ഹിയർ. അങ്ങനെ നമ്മൾ പോസ്റ്റ് ഓഫീസിലെത്തി. പോസ്റ്റ് ഓഫീസിൽ ആൻറ്റിക്ക് ഒരു പേപ്പർ കൊറിയർ ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്തിലോട്ട്. മലയാളത്തിലെ അഡ്രസ്സ് എനിക്കറിയില്ല. എക്സിക്യൂട്ടീവ് ഡയറക്ടർ മലയാളം എഴുതറിയില്ലേ? സോ ഗൈസ്, അങ്ങനെ മലയാളം അറിയാത്ത എന്നെ കൊണ്ട് ആൻറ്റി പോസ്റ്റ് ഓഫീസിലോട്ട് പോയി. ബട്ട് ഞാൻ ആരാ മോള് ഇംഗ്ലീഷിൽ എഴുതി കൊടുത്തു. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു. തിരിച്ചു വരുന്ന വഴിക്ക് ആൻറ്റി പറഞ്ഞു എന്നെ കൊണ്ട് കടയിലോട്ട്. അങ്ങനെ ഗൈസ്, ആൻറ്റി തിരുതി പിടിച്ച് കടയിലോട്ട് പോവുകയാണ്. അപ്പോൾ ബാക്കി നമുക്ക് ആൻറ്റിയുടെ കടയിൽ കാണിച്ചു തരാവേ. ബെസ്റ്റ് ആയിട്ടുണ്ട്. ഹായ് ഗൈസ്, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കഫേ കിസ്വയിലാണ്, തൃശ്ശൂരിലാണ്. അപ്പോൾ ഇവിടാണ് എൻ്റെ ആൻറ്റി വർക്ക് ചെയ്യുന്നത്. നിൽക്കുന്ന കണ്ടോ പുള്ളിക്കാരി. ഇതാണ് ഏരിയ. തൃശ്ശൂരിലുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും. പക്ഷേ ഗൈസ്, ഇവിടുത്തെ മസ്റ്റ് ട്രൈ ആണ് പൊറോട്ട റോള്. ഓ മൈ ഗോഡ്, ഞാൻ കഴിച്ചു. ഫസ്റ്റ് ടൈമാണ് കഴിച്ചത്. വെരി ടേസ്റ്റി. സോ please come and taste that parota roll from here, okay? ചായ സൂപ്പർ ആട്ടോ. ചായ ഓൾസോ വെരി ഗുഡ്. ആൻറ്റി പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് ഇനി വീട്ടിലോട്ട് യാത്രയാകും. അങ്ങനെ ഗൈസ്, നമ്മുടെ ആൻറ്റിയുടെ വീട്ടിലെത്തി. ഞാൻ എൻ്റെ വീട്ടിലോട്ട് തിരിച്ചു പോയില്ല. ഇതാണ് നമ്മുടെ അമ്മായി. നോക്കുന്നുണ്ടോ? ദേ നിൽക്കുന്നു എൻ്റെ സബിതമ്മയുടെ അമ്മ. അരി ചാക്കായിട്ട് നിൽപ്പുണ്ട്. പൊക്കാനാ? ഞാൻ വരാം. ഒറ്റയ്ക്ക് പൊക്കുവോ? ബാഹുബലിയാണോ? അങ്ങനെ ഗൈസ്, ചാക്കൊക്കെ പൊക്കി വീട്ടിലോട്ട് കയറ്റി വെച്ചു. അങ്ങനെ ആ ഒരു പണി കഴിഞ്ഞു. അഗെയിൻ വാവേ. ഞങ്ങൾ കണ്ടുമുട്ടി ഫ്രണ്ട്സ്. ഓക്കെ, വീണ്ടും ഇന്നത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ആയിരിക്കും. സോ സ്റ്റേ ട്യൂൺ വിത്ത് us. വാവേനെ കയറ്റി സ്കൂട്ടിലിരുത്തിയിട്ട് ഞാൻ പറഞ്ഞു, ബാ നമുക്ക് സ്ഥലം വരെ പോവാം. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ അതേ ഗുരുദേവ് സ്കൂളിനെ കണ്ടു. ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ പശുവിനെ കണ്ടു. പശുവിടെ എന്തോ പേര് പറഞ്ഞായിരുന്നു അവളെ. പോട്ടെ. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ അതേ പാടമൊക്കെ കണ്ട് രസിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ വന്നിക്കുമ്പോൾ മഴ മൊത്തം ആ ഫുൾ ആംബിയൻസ് കാണാൻ പറ്റില്ല. ഗൈസ്, സൂപ്പർ വ്യൂ. ഓ മൈ ഗോഡ്. അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് കയറുന്ന മുന്നേ മീൻ വാങ്ങിച്ചു. മത്തീനൊക്കെ എന്ത് വിലയാ. അതൊക്കെ വാങ്ങിച്ച് പിന്നെ പച്ചക്കറി വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ പച്ചക്കറി കടയിലോട്ട് കയറി കുറച്ച് പച്ചക്കറിയും തൈരും ഒക്കെ വാങ്ങിച്ച് കുറച്ച് ബാഹുബലി സീനൊക്കെ കൊടുത്ത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വീട്ടിലോട്ട് വന്നു. അങ്ങനെ വൈകിട്ട് നടക്കാൻ പോയപ്പോൾ എന്തേ കണ്ടു രഞ്ജിനി ചേച്ചി ഞാനും കൂടി നടന്നു പോയപ്പോൾ പപ്പായ കിട്ടി. അങ്ങനെ പപ്പായൊക്കെ എടുത്ത് നോക്കുമ്പോൾ നല്ല മഴക്കാറ്. ഹായ് പറ. അയ്യോ. അങ്ങനെ അമ്മയുടെ ഹായൊക്കെ കേട്ട് ഞാൻ കുളിച്ച് വൈകിട്ട് അമ്പലത്തിൽ പോവും. അമ്പലത്തിൽ വന്നു, ദേവീനെ തൊഴുതു. ഇതാണ് ഞങ്ങളുടെ ദേവി, അമ്മേ നാരായണ. അങ്ങനെ ദേവീനെ തൊഴുത് മനസ്സ് ശാന്തമായിട്ട് വെളിയിലോട്ട് വന്നു. സോ ഗൈസ്, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പ്ലീസ് സപ്പോർട്ട് മീ. ബൈ ബൈ.